ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ 10ാമത്തെ ദിവസമാണ് കേട്ടോ. മിഷൻ 30 ഡേയ്സിൻ്റെ 10ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ഷാർജ ആർട്ട് ഗാലറിൻ്റെ ഇടയിലാണ് കേട്ടോ. ആർട്ട് ഗാലറി എന്ന് പറഞ്ഞാൽ 2 ബിൽഡിംഗ് ആണ്. ഇവിടെ കാണുന്ന ഈ ഭാഗത്ത് കാണുന്ന ഒരു ബിൽഡിങ്, അതുപോലെ ഈ ഭാഗത്ത് കാണുന്ന ഒരു ബിൽഡിങ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ 2 പാസേജ് ഉണ്ട്. ഇവിടെ ഒന്നുണ്ട്, അതേപോലെ ആ തലയ്ക്ക് ഒരു പാസേജ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 ബിൽഡിങ് അടങ്ങിയതാണ് ഈ ആർട്ട് ഗാലറി. അപ്പോൾ അതിൻ്റെ മിഡിലുള്ളത് ഇവിടെയൊക്കെ പാർക്കിംഗ് സ്പേസുകളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് പബ്ലിക് പാർക്കിംഗ് അല്ല, ഇത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള പാർക്കിംഗ് ആണിത്. ഓക്കെ, പിന്നെ നമ്മൾ എത്ര കിലോ ആയി? ഇപ്പോൾ 10 ദിവസമായല്ലോ, ഇന്നത്തോടുകൂടി 10 ദിവസമായി. അപ്പോൾ എത്ര കിലോ നമ്മൾ കുറച്ചു എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ പറയട്ടെ. അപ്പോൾ നാളത്തെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ്. ലാസ്റ്റ് സൺഡേ എനിക്ക് മീറ്റ് ചെയ്തൊരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഞാൻ അന്ന് എനിക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു. 3 o'clock പ്രോഗ്രാം. അപ്പോൾ 2:30 വണ്ടി എടുത്ത് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പഞ്ചറായി. ഞാൻ ശ്രദ്ധിച്ചില്ല, കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അറിഞ്ഞത്. അങ്ങനെ വണ്ടി അവിടെ നിർത്തി. ഞാൻ ബ്രദറെ വിളിച്ചു. ബ്രദർ അപ്പോൾ അബുദാബിയിലായിരുന്നു, അവനക്ക് പെട്ടെന്ന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു രാത്രി വന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ജഡ്ജ്മെൻറ്റിന് വരാനുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാർജ മെഗമാളുടെ ആ ഭാഗത്ത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് അവനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്താ ചെയ്യാന്നുള്ളത്. അതിലെന്ത് ചെയ്ത് അവിടുന്ന് അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവരത് സോൾവ് ചെയ്യാൻ നോക്കി. അവരത് ജാക്കി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടൂൾസ് ഫിറ്റ് ആവണില്ല. അപ്പോൾ അവരുടെ ടൂൾസൊക്കെ നോക്കി ഇത് സംഭവം സെറ്റ് ആവണില്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്ത് നമ്മൾ പ്രോഗ്രാം ഇവരെ വിളിച്ച് നമ്മൾ ടാക്സിക്ക് വരാം, റിട്ടേൺ ഇങ്ങോട്ട് കൊടുന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ സമ്മതിച്ചു. അങ്ങനെ നമ്മൾ ടാക്സിക്ക് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, ഞാൻ ഇൻഷുറൻസ് ടീമിനെ, അപ്പോൾ അവർ ആ ഫ്രണ്ട്സും എന്നോട് സജസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ വിളിച്ചാൽ മതി എന്നുള്ളത്. എനിക്ക് ഫസ്റ്റ് പുതിയൊരു അറിവായിരുന്നു. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവരെ ഈ ഇൻഷുറൻസ് ഇങ്ങനെ പഞ്ചറായാൽ വരെ നമുക്ക് ഇൻഷുറൻസ് ടീമിനെ വിളിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർ വിളിച്ചു. അപ്പോൾ അവരൊരു റോഡ് സൈഡ് റിക്കവറി പേഴ്സൺ ഉണ്ടാകും, അവരെ നമ്പർ തന്നു. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 8-8:30 ആവുന്ന സമയത്താണ് നമ്മൾ പ്രോഗ്രാം ഒരു 7-7:30 കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് തിരിച്ചെത്താന്നുള്ള രീതിയിൽ 8:30 ആകുമ്പോൾ എത്താൻ പറഞ്ഞു. അപ്പോൾ ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്തു, നമ്മൾ റിട്ടേൺ ചെയ്തു. ഇവിടെ വന്നു, റിക്കവറി മാനെ വിളിച്ചു. അപ്പോൾ റിക്കവറി മാൻ എന്ത് ചെയ്തു, മൂപ്പര് ഓൾറെഡി സ്പെയർ വീൽ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ സ്പെയർ വീൽ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂ ചെറുതായിട്ട് സോൾവ് ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അപ്പോൾ അവർ ട്രൈ ചെയ്തു. പക്ഷെ മൂപ്പര് അടുത്ത് കൊടുന്ന ടൂള് വലുതായിരുന്നു. കാരണം ഞാൻ എന്താ വെച്ചാൽ 2 മാസം മുന്നേ നമ്മളൊരു ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്തിയിരുന്നു. ടയറിനൊരു അലോയ് വീല് ഫിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അലോയ് വീല് ഫിറ്റ് ചെയ്തത് ഇതിൻ്റെ ഹോള് മറ്റേ ചെറുതായി പോയി. അപ്പം എൻ്റെ അടുത്തുള്ള ടൂളും അതുപോലെ മൂപ്പരുടെ അടുത്തുള്ള ടൂളൊന്നും എന്ത് ചെയ്യണം, ഇതിന് ഫിറ്റ് ആവണില്ല. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് ടൈം നിങ്ങൾ മോഡിഫിക്കേഷൻ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അലോയ് വീലൊക്കെ വെക്കാൻ അതിൻ്റെ ടൂളും എന്ത് ചെയ്യുക, സംഘടിപ്പിച്ച് വെക്കുക വണ്ടിയിൽ കേട്ടോ. പിന്നെ ജാക്കി എപ്പോഴും സംഘടിപ്പിച്ച് വെക്കുക. അതൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്, എപ്പോഴും ഉപകാരപ്പെടാമെന്ന് അറിയില്ല. പിന്നെ അതുപോലെ ടയറൊക്കെ ശരിക്കും എപ്പോഴും നോക്കുക, ഇതാണോ വർഷത്തിലൊരിക്കലും ടയർ മാറ്റുക. ഓക്കെ, വീൽസ് മാറ്റുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, മൂപ്പര് വന്നു നോക്കി. മൂപ്പർക്കും കഴിഞ്ഞില്ല. അവസാനം എൻ്റെ ഒരു കസിൻ ബ്രദറെ വിളിച്ചു. മൂപ്പര് റിട്ടേൺ ചെയ്തു. കസിൻ ബ്രദറെ വിളിച്ചു. കസിൻ ബ്രദർ ഒരു നമ്പർ വന്നു, ഒരു പാകിസ്ഥാനി ബായിൻ്റെ. അങ്ങനെ എന്ത് ചെയ്തു, അയാൾ വന്നു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അയാൾ വന്നു. അപ്പോൾ നോക്കി. ആദ്യം കൊടുക്കുന്ന ടൂള് മൂപ്പര് ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു വാട്സപ്പിൽ. അപ്പോൾ മൂപ്പര് കൊടുക്കുന്ന ടൂള് ഫിറ്റ് ആണല്ല. വീണ്ടും പോയി, വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അയാൾ വന്ന് അങ്ങനെ പുതിയ ടൂള് കൊടുന്നത് മാറ്റി. അപ്പോൾ അത് മാറ്റാനുള്ള 100 dirhams ആയിരുന്നു മൂപ്പര് ചാർജ് കൊടുത്തു. ആക്ച്വലി ടൂളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ കേസുള്ളൂ. ഓക്കെ, ഏതായാലും മൂപ്പര് മാറ്റി. പിന്നെ പതുക്കെ നേരം എന്ത് ചെയ്തു, ഞാനൊരു ടയർ ഷോപ്പിൽ കൊണ്ടുപോയി. അവിടെ നേരം എന്ത് ചെയ്തു, ഈ ഒരു വീലിന് മാത്രം പ്രശ്നമുള്ളതിന്, പക്ഷെ അത് ഇതാക്കുന്നതിന് പകരം, അപ്പോൾ ആ വീല് മാറ്റുന്ന പകരം എന്ത് ചെയ്തു, വണ്ടിൻ്റെ 4 വീലും പുതിയതാക്കി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യം. നാളത്തെ അപ്ഡേഷനുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.